അസ്സലാമു അലൈക്കും. ഓർഗാനിക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ ബ്രസ റെഡിൻ്റെ ഒരു വിശേഷം പറയാൻ വേണ്ടി വന്നതാണ്. ബ്രസ റെഡ് ഒരു പ്രത്യേക ഭംഗിയുള്ള കളറല്ലേ. നമ്മളെ വീട്ടിൽ ഒരു 5ാമത്തെ തവണയൊക്കെ തോന്നുന്നുണ്ട് ഇത് പൂവിടുന്നത്. അത്രയും നമുക്ക് പൂവിട്ട് തരുന്ന ഒരു ചെടിയാണ് ബ്രസ റെഡ്. മദർ പ്ലാന്റാണ്. ഇതിൻ്റെ കൊമ്പ് കുഴിച്ചിട്ടിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്ര അങ്ങോട്ട് വേര് വന്നില്ല. പൂക്കളൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞല്ലോ. വേര് നോക്കുമ്പോൾ അത്ര അങ്ങോട്ട് കാണുന്നില്ല. അപ്പം അത് വേറെ ചട്ടിയിൽ തന്നെ വെച്ച് നിർത്തിയേക്കാണ്. പിന്നെ ചെറിയ തൈ ഞാൻ വേറെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തവണ നമുക്ക് ഒന്നും കൂടെ പെർഫെക്റ്റായിട്ട് അതിൻ്റെ ചെടികൾ ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അന്ന് ശ്രദ്ധിക്കാണ്ട് വെറുതെ വെച്ച് നോക്കിയതാണ്. അപ്പോൾ എല്ലാ കൊമ്പളം കുത്തുന്ന പോലെ ഇതും കുത്തി നോക്കി അത്ര തന്നെ ഉള്ളൂ. അല്ലാണ്ട് ഇതുമലായിട്ട് നിന്ന് നോക്കിയിട്ടില്ല. എന്തൊരു ഭംഗിയുള്ള പൂവ് അത് ബ്രസ റെഡ്. ബ്രസ പീച്ചും അങ്ങനെ തന്നെയാണല്ലോ, വേറൊരു പ്രത്യേക കളറാണ്. നമുക്കൊരു വെയിൽ ഉണ്ടെങ്കിൽ ഇതിനെക്കാട്ടും കളറുണ്ടായിരിക്കും. പക്ഷേ വെയിലില്ലാത്തത് കൊണ്ടാണ് ഇത്രയും മങ്ങിച്ച. അപ്പോൾ നമ്മൾ മഴ തുടങ്ങിയല്ലോ. മഴ തുടങ്ങിയിട്ട് ഇപ്പോൾ എല്ലാ പൂക്കളും പോയി. ഇതിൻ്റെ പൂവ് മാത്രമാണ് പൂവാണ്ട് നിൽക്കണത് കേട്ടോ. ബാക്കിയെല്ലാം പോയി തീർന്നിട്ട്. ഇതൊക്കെ നോക്കി ഒരു ഭംഗി ഇതിങ്ങനെ വിരിഞ്ഞ് കാണുന്ന വരാൻ. അപ്പോൾ മഴ തുടങ്ങിയതിന് ശേഷം എന്ത് ചെയ്തു, ഇതിനടുത്ത് വെയിലത്തേക്ക് മഴയത്തുനിന്ന് ഷെയ്ഡിലേക്ക് നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചതാണ്. അപ്പോൾ പൂക്കൾ കൊഴിയണില്ല. മറ്റേത് മഴ കൊണ്ടിട്ട് ഇതിൻ്റെ ഒക്കെ പൂവ് കണ്ടില്ലേ. ലൈല ഫോർമോസ എന്ന് പറഞ്ഞൊരു ചെടിയാണിത്. ഇതിൻ്റെ ഒക്കെ ആകെ കൂടെ അങ്ങ് വാടി തളർന്നു പോയ അത്രയും നമുക്ക് പൂക്കൾ കൊഴിഞ്ഞു പോയി. മഴ പെയ്യുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ ഇതൊന്നും മഴയത്ത് വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ഇത് ഫ്ലെയിം റെഡാണ്. അതിൻ്റെ ഒക്കെ കൊമ്പ് വെച്ചാൽ പിടിക്കുമെന്ന് അറിയില്ല. എന്നാലും പിടിപ്പിച്ച് നോക്കണം. നമുക്കൊരു 5-10 എണ്ണമെങ്കിലും വെച്ചിട്ട് നോക്കി പിടിക്കുകയാണെങ്കിൽ നമുക്കത് സെയിൽ ചെയ്യാമെന്നുണ്ട്. പിന്നെ ഇത് റൂബിയ എന്ന് പറഞ്ഞ ചെടിയുടെ അത് ഇത്തവണ എനിക്ക് കിട്ടിയൊരു ചെടിയാണ് റൂബിയാൻ റെഡ്. കുഞ്ഞു പോവാണ്. ഇതിൻ്റെ ഫോർമോസ പിങ്ക് ഉണ്ട് എൻ്റെ അടുത്ത്. പക്ഷേ ഇത് റൂബിയാൻ റെഡ് എന്ന് പറയുമ്പോൾ വേറൊരു ഉണ്ടോ ഇങ്ങനത്തെ ഒരു ഷെയ്ഡിലൊക്കെയാണ് വരിക. അതിന് വ്യത്യാസമുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഫോർമോസ അല്ല എന്നുള്ളത്. ഇതൊന്നും മഴ കൊണ്ടാൽ കുഴപ്പമില്ലാത്തതുകൊണ്ടെന്നും തോന്നുന്നു എനിക്ക്. ഞാൻ ഇങ്ങനെ മഴയത്ത് തന്നെ വെച്ചേക്കുന്നത്, ഷെയ്ഡിലേക്ക് മാറ്റിയിട്ടില്ല. പിന്നെ തായ് വെറൈറ്റി, തായ് ഡിലൈറ്റ്, സിൽവർ വൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെടിയൊക്കെയാണ് ഇത്. അതും ഞാൻ ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചിട്ടില്ല. ഇതിവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. എന്തായാലും ഇതിൻ്റെ ഒക്കെ നമുക്ക് കൊമ്പ് പിടിപ്പിച്ച് നോക്കണമല്ലോ. ഇത് നമ്മൾ സ്വീറ്റ് ഹാർട്ടിൻ്റെ ചെടി. ഇത് വലിയ കൊമ്പായിട്ട് പോകുന്നുണ്ട്. എന്താ അറിയില്ല, അങ്ങനെ ചെറിയ കൊമ്പായിട്ട് നിന്ന സാധനം പിന്നെ പെട്ടെന്ന് അങ്ങ് വലിയ കൊമ്പായി. ഞാനൊരു കഷ്ണം ഒടിച്ച് കുത്തിയപ്പോൾ അത് പൊടിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലുതായി പോണതാണെന്ന് എനിക്കറിയില്ലേ. എന്തായാലും അതിൻ്റെ കൊമ്പും കൂടെ ഒന്നും കൂടെ പിടിപ്പിച്ചിട്ട് വേണം എല്ലാവർക്കും സെയിൽ ചെയ്യാൻ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിലൊക്കെ ഒന്ന് പറയും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സെയിൽ ചെയ്യാമല്ലോ. കൊമ്പുകളെല്ലാം പിടിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണത്. അവിടേക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച്. അത് മഴ കൊള്ളാത്തൊരു സൈഡിലേക്ക് മാറ്റി വെച്ചത്, വീടിൻ്റെ സൺസൈഡിൻ്റെ സൈഡിലേക്ക് വെച്ചിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ മഴ കൊണ്ടാലൊക്കെ അത് മഴ കൊണ്ടാൽ പോണതായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറ്റിയെടുക്കാം. കയോട്ട, പിന്നെ ബ്രസ പീച്ച്, ചില്ലി ഐറ്റംസൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചത് കണ്ടോ. കയോട്ടയുടെ പൂ പിന്നെ വീണ്ടും വന്നു. ഇത് കയോട്ട മഴക്കാലത്തും നമുക്ക് പൂവിടാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. ഇത് മഴ കൊണ്ടാലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. നമ്മൾ മദർ പ്ലാന്റാണ്. ഇതെപ്പോഴും പൂവിടുന്നൊരു കയോട്ടെ. അപ്പോൾ എന്തായാലും നോക്കി നോക്കണം. അതിൻ്റെ കൊമ്പും പിടിപ്പിച്ച് നോക്കണം. കയോട്ടയും പിന്നെ ക്രിസ്റ്റീന. ഇത് ചില്ലി ഐറ്റംസാണ്. ചില്ലിയുടെ ചെടികളാണ്. ചില്ലി, അത് ഫ്ലെയിം, അങ്ങനെ ഇത് ഫെയറോപ്പാല് കുറച്ച് അങ്ങനെയൊക്കെ ഇത് നീക്കി വെച്ചിട്ടുള്ളത്. എന്തായാലും ഇതിപ്പോൾ പേര് എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകില്ലേ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ എല്ലാവരും. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട്
ഇവിടെ തന്നെ വരാം.